ബാങ്കിന് നേരെ ബോംബ് ഭീഷണി. റഷ്യൻ ഭാഷയിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഡൽഹിയിൽ വിമാനങ്ങൾക്കും സ്കൂളുകൾക്കും നേരെയുള്ള വ്യാപക ബോംബ് ഭീഷണി NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് റിസർവ് ബാങ്കിനും ഭീഷണി സന്ദേശം കിട്ടിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുകയാണ്. ശരത്, റിസർവ് ബാങ്കിനാണിപ്പോൾ ഭീഷണി സന്ദേശം കിട്ടിയിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ഈ ഭീഷണിയെ എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത്? ലക്ഷ്മി പറഞ്ഞ വളരെ അതിഗൗരവത്തിലോ കൂടിയാണ് റിസർവ് ബാങ്കിന് ഭീഷണി ലഭിച്ച സന്ദേശത്തെ കാണുന്നത്. കാരണം റഷ്യൻ ഭാഷയിലാണ്, റഷ്യൻ സർവറിന് റഷ്യൻ ഭാഷയിലാണ് ഇമെയിലായിട്ട് ഈ സന്ദേശം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത്. നേരത്തെ ലഭിച്ച ഭീഷണി സന്ദേശങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരുന്നു എന്നതാണ്. ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുഴക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പോൾ ലഭിച്ച വിമാനങ്ങൾക്ക് ലഭിച്ച ഭീഷണി ഉറവിടം വിദേശ രാജ്യങ്ങളാണെങ്കിൽ ഈ ഭീഷണിയുടെ ഉറവിടം റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിനെ തന്നെ ഒരു ബോംബ് ഭീഷണി എന്നുള്ളത് ഗൗരവകരമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. NIA ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് ബോംബെ, ഡൽഹി പോലീസുകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ റഷ്യൻ കൗണ്ടർ പാർട്ടിനും അതേപോലെ തന്നെ NIAക്കും കൈമാറിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവകരമായിട്ടാണ് ഇന്ത്യ സർക്കാർ കാണുന്നത്. കാരണം ഇന്ത്യ സർക്കാരിന്റെ, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്കൊക്കെ നേരെ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ശരി, വിമാന സർവീസുകളായാലും ശരി, അതേപോലെ സ്കൂളുകളായാലും ശരി, ഈ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നിരന്തരം ഭീഷണി സന്ദേശം ലഭിക്കുന്നത് ഒരു ടാർഗറ്റഡ് ഗ്രൂപ്പ് ആണ് നൽകുന്നത് എന്നതാണ് ഇപ്പോഴുള്ള പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ NIA ഇക്കാര്യത്തിൽ വളരെ ശക്തമായ അന്വേഷണം നടത്താൻ വേണ്ടി പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം നടന്നു വരുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ 2 ഓഫീസുകളിലേക്ക്, ബോംബെയിലെയും അതേപോലെ ഡൽഹിയിലെയും ഓഫീസുകളിലെ ബോംബ് വെക്കുമെന്നുള്ള ഭീഷണി സന്ദേശം ലഭിച്ചത്. ഈ ഭീഷണി സന്ദേശത്തിൽ റഷ്യൻ ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക പ്രാധാന്യമാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. ലക്ഷ്മി, പത്മ. റിസർവ് ബാങ്കിന് ബോംബ് ഭീഷണി. ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് വിശദാംശങ്ങൾ നൽകിയത്.